നമസ്കാരം. പ്രശാന്ത്, നമ്മുടെ തമിഴകത്തിന്റെ അണ്ണാമലൈ തിളങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അണ്ണാമലൈ അല്ലായിരുന്നു. പക്ഷേ തമിഴകത്ത് BJPയെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കകം വളർത്തിക്കൊണ്ടുവന്നൊരു മഹത് വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ അണ്ണാമലൈ എന്ന ഇന്ത്യൻ പോലീസ് ഓഫീസർ. നമ്മുടെ ഈ മാധ്യമങ്ങളൊക്കെ വലിയ ബൂസ്റ്റ് വിജയിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വിലയിരുത്തലിൽ തമിഴകത്തെ താരം അണ്ണാമലയാണ്. അവിടുത്തെ യൂത്തിനെ കയ്യിലെടുത്തിരിക്കുന്നത് അണ്ണാമലയാണ്. അത് വിജയ് അല്ല, ഉദയനിധി സ്റ്റാലിനല്ല, ADMKയിൽ അങ്ങനെ പറയത്തക്ക യുവനിര ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊന്നുമല്ല. പക്ഷേ തമിഴകത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ അണ്ണാമലൈ തന്നെയാണ്. അപ്പം അണ്ണാമലയെ കുറിച്ചാണ് രാജേഷ് ജി പറഞ്ഞു വന്നത്. പറയും. അണ്ണാമലൈക്ക് വേണമെങ്കിൽ തമിഴകത്തിന്റെ BJP സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോഴും തുടരാം. കാരണം ഒരുപാട് കേന്ദ്ര നേതൃത്വത്തിന് പറ്റിയ അബദ്ധം മനസ്സിലായി. പക്ഷെ അവർ ഒരു ഡീലിന്റെ ഭാഗം. പക്ഷെ അതിലേക്ക് വരാം. അണ്ണാമലൈ സംയമനം പാലിച്ചിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അണ്ണാമലൈ ഒരു തഴക്കവും പഴക്കവും ചെന്ന ഒരു പക്വതയുള്ള നല്ല പാകതയുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് രാഷ്ട്രീയക്കാരനായിട്ട് രാഷ്ട്രീയ നേതാവായി മാറി തമിഴകത്തിന് മുന്നിലേക്ക് വന്നു. നയനാ രാജേന്ദ്രനെ പാർട്ടിയുടെ അധ്യക്ഷനായി അണ്ണാമലൈ മാറിക്കൊടുത്തു. പക്ഷേ നമ്മുടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ അവിടെ വലിയ പിളർപ്പ്, വിഭാഗീയത, ഗ്രൂപ്പിസം കേരളത്തിലെ BJPയിൽ പോലും അതുണ്ട് അല്ലേ? വളരെ രൂക്ഷമല്ലേ അതൊക്കെ? ശരിക്കും അണ്ണാമലൈ കേരളത്തിൽ വരണമായിരുന്നു അല്ലേ? അല്ല, കേരളത്തിൽ വാസ്തവത്തിൽ അണ്ണാമലയെ പോലൊരു നേതാവാണ് ആവശ്യം. ഒരു യങ് ബ്ലഡ്, അതാണ് കേരളത്തിൽ ആവശ്യം. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിൽ അത് സംഭവിക്കുന്നില്ല. കേരളത്തിൽ അങ്ങനെ ചെറുപ്പക്കാരൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അതിൽ കഴിവുള്ളവരും ഉണ്ട്, കഴിവില്ലാത്ത സ്തുതിപാടി നടക്കുന്നവരും ഉണ്ട്, നേതാക്കളെ കാല് തിരുമ്മി നടക്കുന്നവരും ഒക്കെ ഉണ്ട്. അതുപോട്ടെ, അത് മറ്റൊരു വിഷയം. പക്ഷെ നമ്മൾ ഈ മുതിർന്നവർ വരുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കുക, അവർക്ക് ഇരിക്കാൻ അവരിരിക്കുന്ന സീറ്റ് കൊടുക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു ആതിഥ്യ മര്യാദയാണ്. അതുകൊണ്ടാകാം കേരളത്തിന്റെ ഒരു പാരമ്പര്യം. അതുകൊണ്ടാകാം ഈ മുതിർന്നവർ ഇപ്പോഴും BJPയുടെ അല്ല, അത് മറ്റൊരു വിഷയമാണ്, വിവാദം ഉണ്ടാക്കുന്ന വിഷയമാണ്. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ അണ്ണാമലൈ എന്ന ഈ ഒരു വ്യക്തി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ വാർത്തകളിൽ നിറയുകയാണെന്നല്ല, പ്രശാന്തിനെ അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ചെന്നപ്പോൾ ആ വേദിയിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ ഒരു കരഘോഷം, തരംഗം, വിജയുടെ ഒരു പരിപാടിക്ക് പോലും ഇതേപോലൊരു അത് നമ്മൾ മനസ്സിലാക്കേണ്ട. വിജയിന്, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വിജയിന് കിട്ടുന്ന പിന്തുണ ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന പിന്തുണയാണ്, ഫാൻസ് അസോസിയേഷന്റെ പിന്തുണയാണ്. ആൾക്കൂട്ടം വോട്ടായി മാറും എന്ന ആ പഴയ സിദ്ധാന്തം BJP അടക്കമുള്ളവർ പുനഃപരിശോധിക്കേണ്ടതാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഇനി അത്തരമൊരു രാഷ്ട്രീയം ഓടില്ല എന്ന സത്യം BJPയും കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയണം. ക്രൗഡ് പുള്ളർ ഇല്ല എന്നതിന്റെ അർത്ഥം. അതെ, അവിടെ അണ്ണാമലൈ പോലെയുള്ളവർ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കാരണം എൻ മണ്ണ് എൻ മക്കൾ വാദവും ആയിട്ട്, അങ്ങനെ ഒരു മുദ്രാവാക്യവുമായിട്ട് ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങിയ നേതാവാണ് അണ്ണാമലൈ. അതുമാത്രമല്ല, അണ്ണാമലൈ തൻ്റെ ആക്രമണത്തിൻ്റെ കുന്തമുന തിരിച്ചു വെച്ചത് DMKയുടെ അഴിമതിക്ക് നേരെയാണ്, DMKയുടെ കുടുംബവാഴ്ചയ്ക്ക് നേരെയാണ്. ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ കരുണാനിധിയുടെ കുടുംബം, കരുണാനിധിയിലൂടെ, സ്റ്റാലിനിലൂടെ, കനിമൊഴിയിലൂടെ അത് ഈ പറഞ്ഞതുപോലെ ഉദയനിധി സ്റ്റാലിനിൽ വന്നെത്തി നിൽക്കുകയാണ്. ഈ നാളെ അത് മാത്രമല്ല, ഉദയനിധി സ്റ്റാലിൻ്റെ മകൻ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക്, അടുത്ത തലമുറ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് 1947 അവസാനിപ്പിച്ചിട്ടാണ് സ്വതന്ത്ര ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമ്മൾ വന്നത്. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് ജവഹർലാൽ നെഹ്റു, നെഹ്റുവിന് ശേഷം ഇന്ദിരയ്ക്ക് ശേഷം രാജീവ്, രാജീവിന് ശേഷം ഫിറോസ് ഗാന്ധി, ഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഫിറോസ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം ഒരിക്കലും ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിരുന്നില്ല. മാത്രമല്ല, നെഹ്റുവിന് അദ്ദേഹത്തെ ഇഷ്ടവുമല്ലായിരുന്നു. ഈ ഇന്ദിരയും ഫിറോസ് ഗാന്ധിയുമായിട്ട് അടുപ്പം ഉണ്ടാകുകയും അവർ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ 2 മക്കളും ഉണ്ടായി. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ച
ഫിറോസ് ഖണ്ഡി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷനാകുകയും അവിടേക്ക് ഇന്ദിരയുടെ ഒരു അരിയിട്ട് വാഴ്ച നടക്കുകയും ചെയ്ത ചിത്രമാണ് അല്ലെങ്കിൽ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. പിന്നെ ഇന്ദിരയ്ക്ക് പിന്നാലെ വന്നത് രാജീവ് അല്ല, സത്യത്തിൽ സഞ്ജയ് ആയിരുന്നു. സഞ്ജയിന്റെ മരണശേഷമാണ് രാജീവ് എപ്പോഴും വിമാനം പറത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു. ആ രാജീവിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും രാജീവിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ദിരയാണ് എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. തീർച്ചയായിട്ടും രാജീവിനെ ഈ സോണിയയുമായിട്ടൊരു വിവാഹബന്ധത്തിൽ കുരുക്കിയ ശക്തികൾ ആരാണോ അവർ തന്നെയാണ് രാജീവിനെ രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവന്നത്. അന്ന് രാജീവ് ഗാന്ധി നരസിംഹറാവുവിനോട് ചോദിച്ചു വാട്ട് ടു ഡു എന്ന്, മരിച്ച ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ചോദ്യം അന്ന് ചോദിച്ചിരുന്നു. കാരണം അതിന്റെ അർത്ഥമാണ് ടേക്ക് ദി സീറ്റ് എന്നുള്ള. അല്ല അങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞ ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സ്, അതിന് മലയാളത്തിൽ പറ്റിയൊരു വാക്ക് നമുക്ക് കിട്ടുന്നില്ല സത്യത്തിൽ. ഈ പാരമ്പര്യ വാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റിപ്പോവും, അത് പൂർണ്ണമല്ല. അവിടെ വളരെ കൃത്യമായിട്ട് അങ്ങനെ കടന്നു വന്ന ഒരു അത് നമ്മൾ തമിഴ്നാട്ടിലും കണ്ടിട്ടുണ്ട്. മക്കത്തായം ആ മക്കത്തായം നമ്മൾ തമിഴ്നാട്ടിൽ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബംഗാളിൽ മമത ചെയ്യുന്നത് തന്നെയാണ്. തനിക്ക് ശേഷം തന്റെ അനന്തരവൻ എന്ന് പറയുന്ന അഭിഷേക് ബാനർജിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇത് പല സ്ഥലത്തുണ്ട്. ഇത് BJP ചെയ്താൽ തെറ്റാണ്. BJPക്കും തീർച്ചയായിട്ടും നാശം നേരിടേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ കെ കരുണാകരനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ഒരു ആക്ഷേപം അദ്ദേഹം മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ കെ മുരളീധരൻ അങ്ങനെ വെറുമൊരു മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം നല്ല രീതിയിൽ അധ്വാനിച്ച് രാഷ്ട്രീയം പഠിച്ച് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി രാഷ്ട്രീയ നേതാവായി വളർന്നു വന്നയാൾ തന്നെയാണ്. നന്നായിട്ട് രാഷ്ട്രീയം അറിയുകയും മക്കളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും വന്നില്ല. അല്ല, ഇവിടെ ഈ രാഷ്ട്രീയ നേതാവിന്റെ മക്കള് രാഷ്ട്രീയക്കാരാകുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ അവരെ ഈ അധികാരത്തിന്റെ സിംഹാസനത്തിലേക്ക് അവരെ നൂലിൽ കെട്ടി ഇറക്കരുത്. അത് തെറ്റാണ്. ഈ സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്, കരുണാനിധി ചെയ്തത് അതാണ്. അതിന് വലിയ ഒരു വെല്ലുവിളി തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു. അതിൻ്റെ പേരാണ് കെ അണ്ണാമലൈ, കുപ്പുസ്വാമി അണ്ണാമലൈ. ഒരു ഈ പറയുന്ന ഗൗണ്ടർ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് സ്വന്തം അധ്വാനം കൊണ്ട് IPS കിട്ടി പിന്നെ ഒരു മികച്ച ഓഫീസറാണെന്നുള്ള പേരെടുത്ത കുപ്പുസ്വാമി, കർണാടക കേഡറിലുള്ള കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന ആ ചെറുപ്പക്കാരൻ തമിഴകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. തമിഴ് മക്കളുടെ വികാരം ഏറ്റവും നന്നായി പ്രതിഫലിപ്പിച്ചത് അദ്ദേഹമാണ്. അതിനൊരു സമ്മാനം കൂടി കേന്ദ്രം കരുതി വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ അതിലേക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഇന്നത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു ഭരണമാറ്റം അവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാധ്യമങ്ങളെല്ലാം പറയുന്നത് വിജയ് 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 എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്ന് എനിക്കറിയില്ല. വിജയ് ജയിച്ചു വരാൻ സാധ്യതയുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ തമിഴകത്തെ സിനിമ റിപ്പോർട്ടർമാരെല്ലാം രാഷ്ട്രീയ റിപ്പോർട്ടർമാർ ഇപ്പം മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതെ. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണാതെ പോകുന്ന 33% വോട്ട് 2021 നേടിയ ADMK എന്ന കക്ഷി, അതായത് സ്റ്റാലിൻ 5 കൊല്ലം ഭരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് 33% വോട്ട് നേടിയ ADMKയും ഏതാണ്ട് നിലവിൽ 15% വോട്ട് നേടാൻ കഴിയുന്ന BJPയും കൂടി ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഈ വിജയ് വിജയ് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. വിജയിന് സ്വാധീനമുണ്ട്. വിജയിന് തമിഴ്നാട്ടിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും, ജയിക്കുകയും ചെയ്യും. അതൊന്നും ഞാൻ നിഷേധിക്കുന്നു. വിജയിന്റെ പാർട്ടിയുടെ വിജയത്തെക്കുറിച്ചും ഒന്നും ഞാൻ ഒരു നെഗറ്റീവായ അഭിപ്രായം പറയുന്നില്ല. ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരം ശക്തമാണ് അവിടെ. അപ്പോൾ വിജയ് കുറച്ച് സീറ്റുകൾ നേടാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പുറത്ത് ഈ എത്രയോ വർഷങ്ങളായിട്ട് ഒരു മിഷനറി ഉണ്ടാക്കി വന്നിരിക്കുന്ന ADMKയും BJPയെയും എഴുതിത്തള്ളരുത്. ആ മുന്നണിയെ എഴുതിത്തള്ളരുത്. പട്ടാളി മക്കൾ കക്ഷി ഉൾപ്പെടെയുള്ള പിളർന്നത് ആരാ? പനീർസെൽവം മാത്രമാണ് അപ്പുറത്ത് പോയത്. ADMKയിൽ ഒരു നേതാവ് പോയി എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് പിളർപ്പ് സംഭവിക്കുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ 7 MP-മാരാണ് മാറിയത്. അവിടെ ഒരു പാർട്ടി പിളർപ്പ് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു നേതാവ് പോയിട്ട് ഒന്നും സംഭവിക്കാനില്ല. അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ പോലെ ഒരാളായിരിക്കണം.
വി.എസ്. അച്യുതാനന്ദൻ ജീവിച്ചിരുന്നപ്പോൾ CPM വിട്ട് പുറത്തു പോയിരുന്നെങ്കിൽ അവിടെ ഒരു പക്ഷേ പാർട്ടി പിളർപ്പ് സംഭവിച്ചേക്കാം. എന്തിന് എം.വി. രാഘവൻ പോയപ്പോൾ പോലും KR ഗൗരിയമ്മ പോയപ്പോൾ പോലും പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു പിളർപ്പ് അവിടെ ഉണ്ടായി. രണ്ട് പുതിയ കക്ഷികൾ അവിടെ ഉണ്ടായി. അത് സത്യത്തിൽ അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ അണ്ണാമലയ്ക്ക് തീർച്ചയായിട്ടും കേന്ദ്രം ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. അണ്ണാമലെ രാജ്യസഭയിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആന്ധ്രയിൽ നിന്ന്, അത് പ്രത്യേകിച്ചും പവൻ കല്യാണിൻ്റെ നേതൃത്വത്തിൽ, ഇവിടെ തമിഴ്നാട് രാഷ്ട്രീയം ആകെ മാറി മറിയുകയാണ്. അവിടെ ഒരു പക്ഷേ NDA മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ കിട്ടിയാൽ പോലും തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി വർക്കൗട്ട് ആവും. ആ കെമിസ്ട്രി എന്താണെന്ന് ഞാൻ പറയാം. ആ കെമിസ്ട്രി പവൻ കല്യാണിൻ്റെ നേതൃത്വത്തിൽ വിജയുമായിട്ട് സംസാരിച്ചൊരു ധാരണയുണ്ടാക്കുന്നു. വിജയിനെ കൂടെ NDA പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു, ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരു കൂട്ടുകക്ഷി ഭരണം അവിടെ സംഭവിക്കുന്നു. DMK-ക്കെതിരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് BJPയുടെ അജണ്ട. കാരണം അത് ദേശസുരക്ഷയ്ക്ക് ആവശ്യമാണ്. DMK മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വളരെ അപകടം പിടിച്ചൊരു രാഷ്ട്രീയമാണ്. അത് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ വിഭജിക്കുന്ന ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് ആണ് അവർ കളിക്കുന്നത്. അത് ഒരു കാരണവശാലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ആ നയം ഇനി അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് DMK-യെ നശിപ്പിച്ചേ മതിയാവുള്ളൂ എന്ന ഒരു രാഷ്ട്രീയമായിട്ടൊരു DMK-യെ ഇല്ലായ്മ ചെയ്യണം എന്നൊരു തലത്തിലേക്ക് BJPയുടെ അജണ്ട പോയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ തമിഴ്നാട്ടിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. അതാണ് അവർ അണ്ണാമലയെ പിൻവലിച്ചിട്ട് പകരം ADMK-യെ മുന്നോട്ട് നിർത്തി അവരുമായിട്ട് ഡീലുണ്ടാക്കിയത്. ഇനിയും അണ്ണാമല തമിഴ്നാട്ടിൽ തുടർന്നാൽ അത് അണ്ണാമലയ്ക്കും BJPക്കും ഗുണം ചെയ്യില്ല. മറിച്ച് അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിനൊരു മികച്ച ഒരു മന്ത്രി, ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കൊടുത്താൽ അതൊരു വലിയ നേട്ടമാണ്. അവിടെ ഇരുന്നു കൊണ്ട് അണ്ണാമല നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം അത്ഭുതങ്ങൾ കാഴ്ചവെക്കും. അത് തമിഴ്നാടിനും വലിയ പ്രയോജനം ചെയ്യും. ഇവിടെ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയും വിജയ് ഉപമുഖ്യമന്ത്രിയുമായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടായാൽ അത് തമിഴ്നാട്ടിൽ വിജയിന് അനുഭവ സമ്പത്ത് കുറവാണ്, എടപ്പാടിക്ക് അനുഭവ സമ്പത്തുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നാൽ അവിടെ സ്വാഭാവികമായിട്ട് BJPക്കും വളർന്നു വരാൻ പറ്റും. BJP ഉദ്ദേശിക്കുന്നത് അവിടെ നിയമസഭയിൽ കൂടുതൽ MLA-മാരെയൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ ഇപ്പോൾ ഒരു അത്ഭുതം ഉണ്ടാക്കാനല്ല. BJP കാത്തിരിക്കാൻ തയ്യാറാണ്. ബീഹാറിലെ പോലെ, ബീഹാറിൽ എത്രയോ വർഷം, ഏതാണ്ട് 25 വർഷം കാത്തിരുന്നിട്ടാണ് BJPക്ക് അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായത്. ഡൽഹിയിലും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ BJP ക്ഷമയോടെ കാത്തിരിക്കും. രാഷ്ട്രീയം അങ്ങനെയാണ്. കാരണം നാളെ കൊണ്ട് അവസാനിക്കുന്നതല്ല. കേരളത്തിന്റെ കഥ നമുക്കിപ്പോൾ പറയാൻ നിർവാഹമില്ല. നമുക്ക് അതിലേക്ക് പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഇവിടെ അപ്പോൾ വളരെ കൃത്യമായിട്ട് അണ്ണാമലയെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദേശീയ നേതാവായിട്ട് ഉയർത്തിയെടുക്കുക, ദക്ഷിണേന്ത്യൻ നേതാവായിട്ട് ഉയർത്തിയെടുക്കുക. എന്നിട്ട് പിന്നീട് ഈ ആന്ധ്രയിൽ നിന്ന് MP ആക്കാൻ ഉദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ്. പിന്നീട് അണ്ണാമലയെ തിരികെ തമിഴ്നാട്ടിൽ എത്തിക്കുക ഭാവിയിൽ. അപ്പോൾ ഈ പറയുന്നത് പോലെ DMK-യുടെ തകർച്ച പൂർണ്ണമായി കഴിയുമ്പോൾ അണ്ണാമലയെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കുക, തമിഴ്നാട്ടിൽ പിന്നീട് അദ്ദേഹത്തിനെ തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കി മാറ്റുക. ഇതാണ് BJPയുടെ. അടുത്തൊരു 3 വർഷം കൊണ്ട്, 3 അതിന് കുറച്ചുകൂടെ കാലമെടുക്കും. ഞാൻ 3 എന്ന് പറഞ്ഞ് ചുരുക്കാൻ ഞാൻ തയ്യാറല്ല. അതിന് കുറച്ചുകൂടെ കാലമെടുക്കും. പക്ഷെ അണ്ണാമല ഒരു മികച്ച പോരാളിയാണ്, മികച്ച രാഷ്ട്രീയ നേതാവാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹം ഇപ്പോൾ ഈ വിട്ടുവീഴ്ച ചെയ്തതും BJP നേതൃത്വം ഉപദേശിച്ചു കൊടുത്തതനുസരിച്ച് തന്നെ ആയിരിക്കണം. അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് കേന്ദ്രത്തിലേക്ക് പോവുകയും അവിടെ BJP കുറെ കൂടെ, കാരണം BJP ഇപ്പോൾ വീക്കാണ്, 240 സീറ്റുകൾ മാത്രമുള്ള ഒരു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് BJP. അവിടെ BJPയെ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ, കൂടുതൽ കരുത്താർജിക്കാൻ 2029 മോദി വലിയ ലക്ഷ്യങ്ങളാണ് വയ്ക്കുന്നത്. ആ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അണ്ണാമലയെ പോലൊരാളിൻ്റെ പ്രവർത്തനം ഡൽഹിയിൽ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം BJP എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അണ്ണാമലയെ
ആന്ധ്രയിൽ നിന്ന് ഒരു രാജ്യസഭാ MP ആയി ഡൽഹിയിലേക്ക് എത്തുന്നു. അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുന്നു. സഹമന്ത്രിയായിട്ടാണോ ക്യാബിനറ്റ് മന്ത്രിയായിട്ടാണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ മനസ്സിലുള്ളത് അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അതിൻ്റെ ഒരു സൂചനകളും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതൊന്നും ആകാതെ വെറും ഒരു MP ആയി അദ്ദേഹം അവിടെ തുടർന്നേക്കാം. അതിൽ ആ സാധ്യതയും നമുക്ക് കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയൊക്കെ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിലെ അതെ അതിൻ്റെ ഭാഗമായിട്ട് ഈ മാറ്റം വരികയും തമിഴ്നാട്ടിൽ ഭാവിയിൽ അത് തമിഴ്നാട്ടിനെ BJPയോട് ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ ഈ ഒരു നീക്കത്തിലൂടെ BJP ശ്രമിക്കുമെന്നും തീർച്ചയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അണ്ണാമലയുടെയും തമിഴ് രാഷ്ട്രീയത്തിൻ്റെയും തമിഴകത്തെ BJPയുടെ വളർച്ചയും ഒക്കെ എന്തായിത്തീരും, അതിൻ്റെ ഭാവി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.